കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ശുചിത്വ മേഖലയിൽ 5 പുരസ്കാരങ്ങൾ പാലക്കാട് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് നേരിട്ട് കൈമാറിയിട്ടുള്ളതാണ്. കേരളത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിനും ഒരു നഗരസഭയ്ക്കും ഇത്രയധികം പുരസ്കാരങ്ങൾ ഒരുമിച്ച് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതിനർത്ഥം പാലക്കാട് നഗരസഭ വികസനത്തിൻ്റെ രീതിയിൽ വലിയ രീതിയിൽ കുതിക്കുന്ന സമയത്ത് ആ വികസന കുതിപ്പിന് തടയിടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതുപോലുള്ള പദ്ധതികളെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെയും CPM-ൻ്റെയും നേതൃത്വത്തിൽ അവിടെ വന്ന് പ്രതിഷേധം നടത്തിയ ആളുകൾ ഈ പദ്ധതിയെ എതിർത്തുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം നടത്തിയത്. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണം നമ്മൾ ചാനലുകളിലൂടെ മുഴുവൻ കണ്ടതാണ്. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ ഒരാൾ, പാലക്കാട് നഗരസഭയുടെ മുൻ കൗൺസിലറായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വിജയിച്ചു വന്നിട്ടുള്ള മുൻ നഗരസഭാ പ്രതിനിധി, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ചാനലിലൂടെ ആയിരുന്നു. ഈ പദ്ധതിക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു പാർക്ക് വരുന്നതിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നൈപുണ്യ വികസന കേന്ദ്രം നൽകുന്നത് എങ്ങനെയാണ്? ഇത് പാർക്കിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള സ്ഥലത്താണ് നൈപുണ്യ വികസന കേന്ദ്രം നടക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ പദ്ധതിയെ എതിർക്കുക എന്ന് തന്നെയാണ്. പേരാണ് വിഷയമെങ്കിൽ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ചാനലുകൾക്ക് മുൻപിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അന്ന് വന്ന ചാനലുകളിലെ മുഴുവൻ സ്ക്രോളിംഗ് അതായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഭിന്നശേഷി വിഭാഗക്കാരോട് സമൂഹത്തിൽ ഏറ്റവും അധികം പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗത്തോട് ചെയ്യുന്ന കൊടും പാപമാണിത്. ഇതിന് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാലക്കാടിൻ്റെ MLA ഭിന്നശേഷി വിഭാഗക്കാരോടും അവരുടെ കുടുംബാംഗങ്ങളോടും പരസ്യമായി മാപ്പ് പറയുവാൻ തയ്യാറാവണം. വലിയ ഒരു വഞ്ചനയാണ് ഈ പദ്ധതി എതിർക്കുന്നതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, DYFIയുടെ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചെയ്തിരിക്കുന്നത്. പരസ്യമായി അവർ മാപ്പ് പറയുവാൻ തയ്യാറാവണം. ഇനി 2, ഈ പദ്ധതിയുടെ നാമകരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകിയതിൽ യാതൊരുവിധ തരത്തിലുമുള്ള തെറ്റുമില്ല. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘം ആരംഭിക്കുന്നതിന് മുന്നേ ഡോക്ടർ ഹെഡ്ഗേവാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു. 1921 സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട് നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്ത് അദ്ദേഹം 1 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 1931 ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം വനസത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം 1 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി ഭാരത പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവ് ശ്രീ മോത്തിലാൽ നെഹ്റു തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിക്കാനായി വന്നിട്ടുണ്ട്. 1999 ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിൽ തപാൽ സ്റ്റാമ്പ് തന്നെ അടിച്ചിറക്കിയിട്ടുണ്ട്. പിന്നെ ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിൽ ഇന്ത്യ മഹാരാജ്യത്ത് ആരംഭിക്കുന്ന ആദ്യത്തെ പദ്ധതി അല്ല ഇത്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിനകത്ത് ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിൽ ഒരു പഠന വകുപ്പ് തന്നെയുണ്ട്. അമരാവതിയിൽ ഡോക്ടർ ഹെഡ്ഗേവാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രവർത്തിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ സംഭാജി നഗറിനകത്ത് ഹെഡ്ഗേവാർ ഹോസ്പിറ്റൽ തന്നെയുണ്ട്. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള റോഡിൻ്റെ പേര് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡ് എന്ന് തന്നെയാണ്. പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ, അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിൽ നിരവധിയായ പദ്ധതികളുണ്ട്.